ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് ഐക്യൂടെ Z10 വാങ്ങണോ അല്ലെങ്കിൽ വിവോയുടെ T4 വാങ്ങണോ എന്നുള്ളത്. ഇത് ഐക്യൂടെ Z10 റീബ്രാൻഡ് ആയിട്ടുള്ള മോഡലാണ് വിവോയുടെ T4. പക്ഷേ ഇത് വാങ്ങാൻ പോകുന്ന ഒരാൾക്ക് ഒരു മെയിൻ കൺഫ്യൂഷൻ ആയിരിക്കും ഇതിൽ ഏതെടുക്കണം എന്നുള്ളത്. ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ എന്നാലും ചില വ്യത്യാസങ്ങളൊക്കെ ഈ രണ്ട് ഫോണും തമ്മിലുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം, ഏത് വാങ്ങണം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ, എല്ലാം ചെയ്യണം ഞാൻ പറയുന്നില്ല. ആദ്യം തന്നെ ഈ രണ്ട് ഫോണിൻ്റെയും പ്രൈസും വേരിയൻറ്റും ഒക്കെ സെയിം ആണ്, അതിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ബേസ് മോഡൽ 8GB 128GB ആണ്, പ്രൈസ് വന്നിട്ട് 21,999 ആയിട്ടാണ് വരുന്നത്. സെയിം ആണ്, ഒരു വ്യത്യാസം പ്രൈസും വേരിയൻറ്റും തമ്മിലും വരുന്നില്ല. ഇനി ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിലോ കാണാനും രണ്ട് ഫോണും സെയിം ആണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. കളേഴ്സിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസം ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നുണ്ട്. അതായത് IQ Z10 ആണെങ്കിൽ ഒരു സിൽവർ കളർ വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളർ കൂടെ വരുന്നുണ്ട്. സിൽവർ ആണെങ്കിലും ഒരു വൈറ്റ് കളർ പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ കളറാണ്, കാണാനൊക്കെ രസമുണ്ട്. ഇനി വിവോ ആണെങ്കിൽ അവിടെ വരുന്നത് ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്, ഒരു ഗ്രേ കളർ കൂടെ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 4 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഡിസൈൻ വൈസ് ക്യാമറ മൊഡ്യൂളും ബാക്കിയൊന്നും ഒരു വ്യത്യാസമില്ല. IQ വിവോ എന്ന ബ്രാൻഡിങ്ങിലുള്ള വ്യത്യാസം മാത്രമാണ് വരുന്നത്. അതാണ് ഡിസൈനിൻ്റെ കാര്യത്തിൽ വരുന്ന വ്യത്യാസം. വെയ്റ്റും തിക്നെസ്സും ഒക്കെ തന്നെ സെയിം ആണ്, അതിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. രണ്ട് ഫോണും IP65 റേറ്റിംഗ് വരുന്നുണ്ട്, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. ആ കാര്യത്തിൽ ഒന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണിന് വരുന്ന 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, 5000 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. ഒരു മൈക്രോ കോഡ് കവേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണിന് വരുന്നത്. ഡിസ്പ്ലേയുടെ ഭാഗത്തും ഒരു ചേഞ്ച് വരുന്നില്ല, സെയിം ആണ്. ഇനി ക്യാമറ ആണെങ്കിലും 50 MBയുടെ ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 2 MBയുടെ ഡെപ്ത് സെൻസർ വരുന്നുണ്ട്, 32 MBയുടെ ആണ് സെൽഫി ക്യാമറ. ഫ്രണ്ടും റിയറിലും 4K 13 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിലും ഒരു വ്യത്യാസമില്ല, സെയിം ആണ്. ഡിസ്പ്ലേ സെയിം ആണ്, ക്യാമറ സെയിം ആണ്. ഇനി എന്താണ് പെർഫോമൻസ്? രണ്ട് ഫോണിലും സെയിം ചിപ്സെറ്റാണ് വരുന്നത്. Qualcomm സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 8 lakhിൻ്റെ അടുത്തൊക്കെ തന്നെ ആൻഡ് സ്കോറൊക്കെ രണ്ട് ഫോണും കിട്ടുന്നുണ്ട്. പെർഫോമൻസ് വൈസും ചിപ്സെറ്റ് വൈസ് സെയിം ആണ്. രണ്ട് ഫോണും LPDDR4Xൻ്റെ റാമും UFS 2.2ൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് രണ്ട് ഫോണും കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു വ്യത്യാസം വരുന്നില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് വരുന്നത്. രണ്ടിലും WatchOS 15 ആയിട്ടാണ് വരുന്നത്. UIയുടെ കാര്യത്തിലും വ്യത്യാസം വരുന്നില്ല. 2+3 ഇയേഴ്സ് വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇവിടെ രണ്ട് ഫോണിലും കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിലും ഒരു വ്യത്യാസമില്ല. ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ആകപ്പാട് ആ ഒരു കളർ വേരിയൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ കാര്യമാണ് ബാറ്ററി. രണ്ട് ഫോണിലും 7300 mAh ബാറ്ററിയും വരുന്നുണ്ട്, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. ആ കാര്യത്തിലും ഒരു വ്യത്യാസം വരുന്നില്ല. AI ഫീച്ചേഴ്സ് ആണെങ്കിലും രണ്ട് ഫോണും സെയിം ആയിട്ട് കിട്ടുന്നുണ്ട്. സർക്യൂട്ട് ടു സെർച്ച് അങ്ങനെയുള്ള എല്ലാ കോമൺ ആയിട്ട് വരുന്ന AI ഫീച്ചേഴ്സും രണ്ട് ഫോണിനും വരുന്നുണ്ട്. പിന്നെ എന്താണ് വ്യത്യാസം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ കാര്യത്തിലും ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. വേറൊരു വ്യത്യാസം ഈ രണ്ട് ഫോണും തമ്മിലില്ല. കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് മോഡലിനെ സംബന്ധിച്ചിടത്തോളം അതിലാണെങ്കിൽ ഡിസൈനിൻ്റെ വൈസ് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ആ ഒരു വ്യത്യാസമേ ഇല്ല, സെയിം ആണ്. കളറിൻ്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണിലും ഏതെടുത്താലും ഒരു കുഴപ്പമില്ല. രണ്ട് ഫോണും വിവോയുടെ പ്ലാന്റിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ രണ്ടും സെയിം ബ്രാൻഡാണെന്ന് പറയാം. ആകെ ഒരു പേരിൽ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് IQയുടെ ഫോണാണോ വിവോയുടെ ഫോണാണോ, നിങ്ങളത് പോയി എടുത്തോ, അല്ലാതെ വേറെ ബ്രാൻഡ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. രണ്ടും സെയിം ബ്രാൻഡാണ്. ഇനി വാറൻറ്റി ആണെങ്കിൽ തന്നെ വിവോയുടെ സർവീസ് സെൻറ്ററിലാണ് IQ കംപ്ലയിൻറ്റ് ചെയ്താലും പോകേണ്ടത് വിവോ സർവീസ് സെൻറ്ററിലാണ്. IQക്ക് സർവീസ് സെൻറ്റേഴ്സ് ഇല്ല, അതുകൊണ്ട് സർവീസ് ആണെങ്കിലും വിവോ സർവീസ് സെൻറ്റേഴ്സിലാണ് പോകേണ്ടത്. വിവോക്ക് ഓൾമോസ്റ്റ് ഒരു 600+ സർവീസ് സെൻറ്റേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ റീസെൻ്റായിട്ട് എല്ലാ ടൗണുകളിലും വിവോ സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ സർവീസിൻ്റെ കാര്യത്തിലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ കൂടുതലായിട്ട് കമൻറ്റ്സ് വരുന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്ത്. അപ്പോൾ ഏതെടുത്തോ, നിങ്ങൾക്ക് IQ വേണോ വിവോ വേണോ, ഒരാളുടെ പേര് പറയുമ്പോൾ എൻ്റെ IQ ഫോണാണ് അല്ലെങ്കിൽ വിവോ ഫോണാണെന്ന് പറയാവുന്നേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസം ഫോണും തമ്മിലില്ല കേട്ടോ. ഏതെടുത്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. കളേഴ്സ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ആ രീതിയിൽ വേണമെങ്കിൽ കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഫോൺ വാങ്ങാം.
അത്രയ്ക്കും നല്ല ഓപ്ഷനാണ് വിവോ ഐക്യു ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ടമിനോ സൈനിങ് ഓഫ്. ബൈ.